ഞാനിന്ന് പറയാൻ പോകുന്നത് മഹാഗണപതി ഭഗവാനെ പറ്റിയാണ്. എന്ത് നല്ല കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുന്നും ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നത് നല്ലതാണ്. ശുദ്ധിയുള്ള സ്ഥലത്ത് വൃത്തിയുള്ള ശരീരവും മനസ്സുമായി ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ഗണപതി ഭഗവാൻ വിളി കേൾക്കും. സർവവിഘ്നഹരനാണ് മഹാഗണപതി. നല്ല കർമ്മങ്ങൾ മംഗളകരമായി പൂർത്തിയാക്കാൻ ഗണേശപ്രീതി അത്യാവശ്യമാണ്. എല്ലാ ദേവസ്ഥാനങ്ങളിലും ഒരേ ഭാവത്തിലാണ് ഗണപതി ഭഗവാൻ കുടികൊള്ളുന്നത്. അനന്തവും അജ്ഞാതവുമായ പ്രപഞ്ചത്തിലെ ഏത് ഭാവവും കൈക്കൊള്ളുന്ന ദേവനാണ് മഹാഗണപതി. ഭക്തർക്ക് ആഗ്രഹ സാഫല്യവും അനുഗ്രഹവും പെട്ടെന്ന് കിട്ടുന്ന ദയാനിധിയാണ് ഭഗവാൻ. ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ. ഗണേശ ഉപാസന സാധാരണ ഭക്തർക്ക് കഠിനമല്ല, എളുപ്പം കരഗതമാക്കാൻ കഴിയുന്ന സന്നിധിയാണ്. നിർമ്മലമായ മനസ്സ്, ശുദ്ധി, വൃത്തി, ഏകാഗ്രത ഇതും ഭഗവാന്റെ പ്രീതിക്കിടയാക്കും. ഭഗവാനെ പ്രാർത്ഥിക്കാൻ കഠിനമായ തപസ്സും ത്യാഗവും ഒന്നും വേണ്ട. നല്ല മനസ്സോടെ പ്രാർത്ഥിച്ചാൽ വിനായകൻ വിളി കേൾക്കും. ദിവസവും രാവിലെ സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി വെള്ള വസ്ത്രം ധരിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കാം. ഗണേശ വിഗ്രഹം, ഭഗവാന്റെ ഫോട്ടോ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ശുദ്ധമായതെന്ന് തോന്നുന്ന വസ്തു വെച്ച് അതിന് മുന്നിൽ നിലവിളക്ക് നെയ്യോ എള്ളെണ്ണയോ ഒഴിച്ച് 2 തിരിയിട്ട് കത്തിക്കുക. കിഴക്കോട്ട് നോക്കിയിരുന്ന് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം ഗണപതായ നമഃ എന്ന് മനസ്സിൽ ഉരുവിട്ട് 1008 108 8 ഇതിലേതെങ്കിലും എണ്ണി ജപിക്കാം. ഏകാഗ്രതയും വൃത്തിയും ശുദ്ധിയും വേണം. ഭക്ഷണപ്രിയനാണ് ഭഗവാൻ. അട, അപ്പം, മോദകം ഇതാണ് ഭഗവാന് പ്രിയങ്കരം. വൃത്തിയും സ്വാദും മുഖ്യം. എള്ള്, അവൽ, മലർ, പാൽ, തേൻ, നെയ്യ് ഇതെല്ലാം ഭഗവാന് നേദിക്കാം. ആഗ്രഹ സാഫല്യത്തിനായി ഓരോ വസ്തുക്കളും വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. ഓരോ ആഗ്രഹത്തിനും ഓരോ വസ്തുക്കളാണ് സമർപ്പിക്കേണ്ടത്. ഭഗവാന് പ്രിയങ്കരമായത് കടകമാലയാണ്. ഭഗവാന് സുഗന്ധത്തിന് ഇഷ്ടമായ പൂക്കൾ മുല്ലയും പിച്ചിയും ഭഗവാന് ഏറെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഗണപതി ഭഗവാനെ എല്ലാവരും നല്ല മനസ്സോടെയും ശുദ്ധിയോടെയും വൃത്തിയോടെയും ഏകാഗ്രതയോടും ഭജിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമുക്കൊപ്പം നിൽക്കുമെന്നുള്ളതിന് നല്ല ഇതാണ്. കാര്യം ഞങ്ങളെല്ലാവരും എന്ത് തുടങ്ങുന്നതിനും ആദ്യം ഭഗവാന് തേങ്ങ ഉടച്ചതിന് ശേഷമാണ് എന്ത് നല്ല കാര്യവും തുടങ്ങുന്നത്. അത്രയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ദൈവമാണ് മഹാഗണപതി ഭഗവാൻ.